ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വീണ്ടും പറയുകയാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ അലമ്പ് കാണിക്കുക അവിടെ കുട്ടിയിരിക്കുന്നവന്മാരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? എൻ്റെ വീഡിയോ കാണുന്ന 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്ത് എന്തോ ഒരു സ്നേഹമില്ലാത്ത പോലെ. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അടിപൊളി കമൻസ് ആണ് വന്നത്, ഞാൻ എല്ലാം വായിച്ചിരുന്നത്. ഒരുപാട് പേരും പറയുന്നത് അതെന്തോ പോലെ നീ മുടിഞ്ഞു പോടാ പോയി കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. വേറെ കുറേ ആൾക്കാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ, നീ പോയി കഴിഞ്ഞാൽ നീ മറ്റേ സായിയുടെ കൂട്ടായി പോവും, നീ ഇപ്പോൾ ചെയ്യുന്ന അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാർ. അവരെടുത്ത് എനിക്ക് ഒരു കാര്യവും പറയാനുള്ളൂ, എല്ലാവരെയും നിങ്ങൾ സായിയായിട്ട് കണക്കാക്കരുത്. ഞാൻ സത്യസായി ബാബ അല്ല. ഓക്കെ, ഇൻ കേസ് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സായി ആവൂല. എനിക്ക് പോകാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ച ചോദ്യമാണ്. പിന്നെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാനൊരു സംസാരിക്കത്തില്ലേ, ഞാനത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവതരിപ്പിക്കുന്നതല്ല. ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഓരോ പാട്ട് വരെ പാടുന്നത് ഇതിൻ്റെ ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ആ നിമിഷത്തിൽ തോന്നുന്ന സാധനങ്ങളാണ്, എൻ്റെ മൈൻഡിലോട്ട് വരുന്ന സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ലിറ്ററലി ഞാനിവിടെ ബിഹേവ് ചെയ്യുകയാണ്, അല്ലാതെ അഭിനയിക്കുകയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് സംസാരിക്കുകയോ അല്ല. സോ ഈ സിനാരിയോ ഹൗസിനകത്ത് നടന്നാലും ആ സമയത്തും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ബിഹേവ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? സോ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഞാൻ പോകില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. പിന്നെ ഗതികെട്ട് പണ്ടാരടങ്ങി അങ്ങാണ് ഇരിക്കുവാണെങ്കിൽ, പൈസയ്ക്ക് ഇച്ചിരി ടൈറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പം പോയിന്നിരിക്കും. പിന്നെ നമ്മളെയൊക്കെ വിളിച്ച് കയറ്റാൻ വേണ്ടി ഏഷ്യാനെറ്റിൻ്റെ അമ്മായിയപ്പൻ്റെ വകയൊന്നും അല്ലല്ലോ. സായിയൊക്കെ തന്നെ 2-3 വട്ടം അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് പുള്ളി കയറി പോയേക്കുന്നത്. അർജുനാണെങ്കിലും അതുപോലെ തന്നെ റോക്കി ബൈ 4 വട്ടമൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെ പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പലരും കുറേ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ടാണ് കയറിപ്പോയത്. നമ്മളിതുവരെ ട്രൈ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രോ ഒരുപാടായിപ്പോയി ഗൈസ്. നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് വരാം ഗൈസ്.